ഇന്നത്തെ IPLിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഗുജറാത്താണ് കളി ജയിച്ചത്. ജയിക്കാൻ കാരണം രാഹുൽ ത്രിപാഠിയാണ്. അദ്ദേഹം ഇന്നിങ്ങനെ കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ന് ഗുജറാത്ത് ജയിക്കില്ലായിരുന്നു. തോറ്റ മത്സരമാണ് രാഹുൽ ത്രിപാഠിയെ ജയിപ്പിച്ചു കൊടുത്തത്. ശരിക്കും രാഹുൽ ത്രിപാഠിയെ ഓർക്കുമ്പോൾ ആരാധകർക്ക് ഓർമ്മ വരുന്നത് സഞ്ജു സാംസണിനെയാണ്. കാരണം രാജസ്ഥാൻ ടീമിലാണ് രാഹുൽ ത്രിപാഠിയെ ആദ്യമായി അറിയപ്പെട്ടത്. രാഹുൽ ത്രിപാഠിയെ വളർത്തിക്കൊണ്ടുവന്നത് സഞ്ജുവാണ്. രാജസ്ഥാൻ ടീമിനോട് രാഹുൽ ത്രിപാഠിക്ക് കടപ്പാടുണ്ട്. ഇന്ന് ഗുജറാത്തിനെ ജയിപ്പിച്ച് രാഹുൽ ത്രിപാഠി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് രാഹുൽ ത്രിപാഠിയെ 18 ബോളിൽ 36 റൺസാണ് അടിച്ചുകൂട്ടിയത്. അദ്ദേഹം തന്നെയാണ് ഗുജറാത്തിന്റെ വിജയശില്പി. ഇന്ന് അവാർഡ് വാങ്ങി രാഹുൽ ത്രിപാഠിയെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാനിപ്പോൾ ഇതുപോലത്തെ കളി കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ, അത് സഞ്ജുവും രാജസ്ഥാൻ ടീമുമാണ്. ഞാൻ ഒന്നുമല്ലാതിരുന്ന സമയത്ത് എന്നെ വളർത്തിയെടുത്തത് സഞ്ജുവാണ്. എന്നെ ഇതുപോലത്തെ ഒരു ഫിനിഷർ ആക്കിയത് രാജസ്ഥാൻ ടീമാണ്. അതുകൊണ്ട് അവരോട് എപ്പോഴും ഞാൻ കടപ്പാടുണ്ട്. ഇന്നത്തെ മാച്ച് എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഗുജറാത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അടിച്ചു കളിച്ചത്. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്ന് രാഹുൽ ത്രിപാഠിയെ വ്യക്തമാക്കി. പഞ്ചാബ് 20 ഓവറിൽ 142 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സെക്കൻഡ് ബാറ്റിങ്ങിൽ ഗുജറാത്തിന് കാര്യങ്ങൾ അത്ര ഈസി ആയിരുന്നില്ല. അവരുടെ വിക്കറ്റുകൾ പെട്ടെന്ന് പോയി. ഇതുകൊണ്ട് തന്നെ ഗുജറാത്ത് കളി തോറ്റെന്ന് ഉറപ്പിച്ചതായിരുന്നു. ആ സമയത്താണ് രാഹുൽ ത്രിപാഠിയെ ഒരു മികച്ച ഫിനിഷിങ്ങിലൂടെ കളി ജയിപ്പിച്ചത്. ശരിക്കും രാഹുൽ ത്രിപാഠിയെ രാജസ്ഥാൻ ടീം വിട്ടു പോയപ്പോൾ ആരാധകർക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. കാരണം അതുപോലത്തെ മികച്ചൊരു ഫിനിഷറായിരുന്നു രാഹുൽ ത്രിപാഠിയെ. എന്തായാലും ഗുജറാത്ത് ടീമിൽ ഇപ്പോൾ താരം തകർത്തടിക്കുകയാണ്. ത്രിപാഠിയെ 4 ആൾ അറിഞ്ഞത് രാജസ്ഥാൻ ടീമിൽ സഞ്ജു കൊടുത്ത സപ്പോർട്ടിലൂടെയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.